ഹലോ ഫ്രണ്ട്സ്, ഫുഡ് ഫാഷൻ പ്ലേയിൽ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ്. അപ്പോൾ അതിന് നമുക്ക് ആവശ്യമായ 3 സാധനങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു പഴം എടുത്തിട്ട് 3 ആക്കിയിട്ട് അതിനെ 2 ആക്കിയ പീസുകളാണ്. പിന്നെ നമുക്ക് വേണ്ടത് മുട്ടയാണ്. പിന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്നത് ബ്രെഡ് മിക്സിയിൽ പൊടിച്ച് തരിയാക്കി എടുത്തിരിക്കുന്ന ബ്രെഡിൻ്റെ പൊടികളാണ്. നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത് പഴം എടുത്ത് നമ്മൾ മുട്ടയിലൊന്ന് റോളാക്കിയതിന് ശേഷം അല്ലെങ്കിൽ ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം നമ്മൾ ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുത്ത് അതൊന്ന് പുരട്ടിയെടുക്കുകയാണ്. ഇത്രേ ഉള്ളൂ ചെയ്യാൻ. നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു 4 മണി പലഹാരമാണ്. അപ്പോൾ വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമുക്ക് വീട്ടിൽ സ്പീഡിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ്. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ബാക്കിയത്തെയും കൂടിയും നമുക്കിങ്ങനെ റോൾ ചെയ്തും പുരട്ടിയൊക്കെ എടുക്കാം. അപ്പം നമ്മൾ ബ്രെഡിൻ്റെ തരികളിലൊക്കെ മുക്കി നമ്മളുടെ നേന്ത്രപ്പഴം ഇവിടെ റെഡിയാക്കി നമ്മൾ എടുത്തിരിക്കുകയാണ്. എല്ലാ പീസും നമ്മൾ മുക്കിയെടുത്തിട്ട് ഇനി നമുക്കിത് ഓയിലിൽ വറക്കാം. അപ്പോൾ നമ്മൾ പഴം അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളുടെ എണ്ണ നല്ലോണം ചൂടായി കിടക്കുന്നുണ്ട്. നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മളുടെ പുരട്ടി വെച്ചിരിക്കുന്ന പഴം ഇട്ട് കൊടുക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ബ്രെഡിൽ മുക്കിയിട്ടിരിക്കുന്ന പഴമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നല്ലോണം പെട്ടെന്ന് ബ്രൗൺ കളറ് കയറി പിടിക്കും. അതുകൊണ്ട് തന്നെ ഫ്ലെയിം കുറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള നമ്മുടെ 4 മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ്. നമുക്ക് സ്പീഡിൽ അല്ലെങ്കിൽ ഒട്ടും സമയം എടുക്കാണ്ട് അല്ലെങ്കിൽ ഒരുപാട് ചിലവുകളില്ലാണ്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.